ഹായ് ഗായ്സ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ലോഗ് എന്ന് പറയാം. ഒരു കുഞ്ഞു യാത്ര പോകുന്നുണ്ട് ഇന്ന് നമ്മൾ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവുകയാണ്. നമ്മുടെ കൺമണി കുഞ്ഞുവാവയുടെ ചോറൂണ്, അടുത്ത ചോറൂണ് ഗുരുവായൂർ അമ്പലത്തിലാണ്. അപ്പൊ കുഞ്ഞുവാവയ്ക്ക് ചോറൂണ് കൊടുക്കാനായിട്ട് ഇന്ന് നമ്മൾ ട്രെയിനിൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൂരി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പൂരിയുടെ ചട്നി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പൂരിയും കൂടി ഉണ്ടാക്കിയിട്ട് ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പൂരിയാണിത്. ഇത്രയും പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മുഴുവനും നമുക്കല്ല കേട്ടോ. ഇവിടുന്ന് ഞാനും അമ്മയും ഏട്ടനും താരക്കുഞ്ഞനും കൺമണി കുഞ്ഞുമാവയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ഏട്ടന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിലേക്ക്. അപ്പം ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർസിറ്റിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ശക്തമായ മഴയായിരുന്നു. അപ്പൊ നമുക്കൊന്നും തന്നെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ആ മഴയത്ത് ക്യാമറ ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഹോട്ടലിന്റെ ഒരു വീഡിയോ എടുത്തത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു. ചെന്നപാടെ നമ്മൾ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത് ആണ് ഹോട്ടൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ലിഫ്റ്റ് ഒരു പ്രത്യേക തരം ലിഫ്റ്റ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു ഉള്ളിലുള്ള സെറ്റിങ്സ് നല്ല നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ലിഫ്റ്റ് കാണുന്നത്. അതിന്റെ ഫ്ലോറിലെല്ലാം ഒരു പ്രത്യേക തരം ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും സ്റ്റോൺ ഒക്കെ ഇട്ടിട്ട് അതിന്റെ സൈഡ് വോൾ എല്ലാം നല്ല ഭംഗിയുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്തൊരു പ്രത്യേക തരം മ്യൂസിക്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. മ്യൂസിക് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഇതാണ് ലിഫ്റ്റിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് റൂമിലേക്ക് കിടക്കാം. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂം തന്നെയായിരുന്നു. കയറി വരുമ്പോൾ തന്നെ ഒരു സോഫ ആണ് കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ സെന്റർ ടേബിൾ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്, കിങ് സൈസ് ബെഡ് ഉണ്ടായിരുന്നു. ഇതില് എനിക്ക് എന്തായാലും കുഞ്ഞാവയ്ക്കൊക്കെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന വലിയ വലിപ്പമുള്ള ബെഡ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബാത്റൂം ആണെങ്കിലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ എന്താണ് വലിയൊരു വാർഡ്രോബും ടിവിയും അതുപോലെ ഒരു മിററും അറ്റാച്ച്ഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റേ തന്നെയായിരുന്നു. റൂം ബോയ്സ് ആണെങ്കിലും എല്ലാം നല്ല ബിഹേവിയറും നല്ല സർവീസിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോ അതിനുശേഷം നമ്മൾ നേരെ രാവിലെ കുഞ്ഞുമാവയ്ക്ക് ചോറൂണ് കൊടുക്കാനായിട്ട് പോയി. നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തില് നമുക്ക് ക്യാമറ അലോ അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം ക്യാമറയിൽ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ സാധിക്കില്ല. അവിടെ തന്നെ ബില്ലടച്ചിട്ട് അവിടുന്ന് ഉള്ള ഉദ്യോഗസ്ഥരുടെ ക്യാമറയിലാണ് അവരിത് ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഇന്നത്തെ കുട്ടി ബ്ലോഗ്. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.